ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു ഏലാഞ്ചി റെസിപ്പിയാണ്. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, 1 മുട്ട, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് ചേർത്ത് ഇതുപോലെ നല്ല തിക്കല്ല നല്ല ലൂസല്ലാത്തൊരു ബാറ്റർ തയ്യാറാക്കുക. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പഴം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കുക. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് അത് മാറ്റി വെക്കുക. ഇനി അതേ പാനിലേക്ക് തന്നെ 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. അതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി അതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ ഗീയും 1 കപ്പ് തേങ്ങയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഏലക്ക പൗഡറും ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വലിയിപ്പിച്ചെടുക്കുക. എന്നിട്ട് സ്ക്രാമ്പിൾ ചെയ്ത മുട്ടയും പൊരിച്ചെടുത്ത പഴവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി ദോശയുടെ ബാറ്റർ വെച്ചിട്ട് ദോശകൾ ചുട്ടെടുക്കുക. നേരിയ ദോശകളാക്കിയിട്ട് ചുട്ടെടുക്കണം. തിക്നെസ് കൂടിപ്പോവണ്ട. 2 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും പാനിൽ നിന്ന് വിട്ടുവരും. എന്നിട്ട് ഫ്ലിപ്പ് ചെയ്തിട്ട് 2 സെക്കൻഡ് കൂടെ വെച്ചിട്ട് പാനിൽ നിന്ന് മാറ്റി കൊടുക്കുക. അങ്ങനെ എല്ലാ ദോശകളും ചുട്ടെടുക്കുക. നേരിയ ദോശകളാക്കി ചുട്ടെടുക്കുക. അപ്പോൾ അതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കുക. ഒരു സൈഡിലായിട്ട് ഫില്ലിങ് വെക്കുക. എന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 സൈഡിൽ നിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ.